切牙齿啦？还没倒吧？切牙齿。 എന്താണ് അവർ പറയണെന്ന് കേട്ടിട്ട് അന്തം വിടൊന്നും വേണ്ട. സംഭവം ഞാൻ പറഞ്ഞുതരാം. ഈ അടുത്തിടെ ഞാൻ എൻ്റെ ഒരു ചൈനീസ് ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയി. അപ്പോൾ കല്യാണ ചെക്കൻ പെണ്ണിന്റെ വീട്ടിലേക്ക് ചെല്ലുന്ന ടൈമിൽ പെണ്ണിന്റെ വീട്ടുകാരാണ് സ്വീകരിക്കുന്ന രീതിയാണ്. ഈ ക്ലാസ് ഫുള്ള് കള്ളാണ്, അതായത് നല്ല നാടൻ കള്ള്. ഒരുപാട് വർഷം വായിക്കണ്ടാവും ഈ കള്ള്. ഈ കള്ളുടിക്കാൻ വേണ്ടിയിട്ട് കല്യാണ ചെക്കനെ അവന്റെ കൂട്ടുകാരെ നിർബന്ധിപ്പിക്കുന്ന രീതിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൈനയിലെ ഗ്രാമത്തിലുള്ള കല്യാണങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇത്ര കല്യാണ ചെക്കൻ വരും, അപ്പൊ കല്യാണ പെണ്ണിന്റെ വീട്ടുകാർ കുടിക്കാൻ വേണ്ടി കൊടുക്കുന്ന ജ്യൂസ് നല്ല ഒന്നാം തരം ഒരുപാട് വർഷം പഴക്കല്ല കള്ളാണെന്ന് പറഞ്ഞത്. കല്യാണ ചെക്കന് ചെറിയൊരു നാണൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അവൻ ക്യാമറയ്ക്ക് പൈസ ചെയ്യണില്ല. എന്തൊക്കെയാലും കല്യാണ പെണ്ണിനെ എടുത്തു തന്നെ പൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പെണ്ണിനെ കാണാൻ വേണ്ടി പോവാണ്. പെണ്ണിനെ ഒരു കിടിലും സർപ്രൈസ് അവൻ പോയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെയാണ് അവരെ കല്യാണത്തിന് വേണ്ടി അവർ ഒരുക്കുന്ന കാര്യങ്ങൾ. അതായത് നെയിം ബോർഡ്, അതായത് കല്യാണ ചെക്കനും പെണ്ണിന്റെ ബോർഡ്, പിന്നെ അവരുടെ ആചാരങ്ങളായിട്ടുള്ള കുറച്ച് പൈസ കാര്യങ്ങൾ, കാർഡ് കാര്യങ്ങൾ. ഇതിന്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിനെ പോയിട്ട് അറിയാതെ സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. പെണ്ണ് നല്ല ഷോക്ക് ആവുന്നുണ്ട് ഈ ടൈമില്. 好了没有？好了，别动，手嫁给我啊！别动。不说一句。 രണ്ടാൾക്കും ഒരേ നാണം തന്നെ, ഒടുക്കത്തെ നാണം. എന്തായാലും രണ്ടാളും നാണവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം അവർ ഒരുമിച്ച് ഒരു കാലിഗ്രഫി പോലെ ഒരു സംഭവം അവർ എഴുതും. എന്താണെന്നല്ലേ അവ പറഞ്ഞുതരാം. അവർ കല്യാണത്തിന്റെ സമയത്ത് ഇങ്ങനെ ചടങ്ങും കാര്യങ്ങളും ഉണ്ടാവും. ആ ചടങ്ങിന്റെ ടൈമിൽ ഇവർ ഇതുപോലെ എന്തെങ്കിലും ഇവരുടെ പേരും കാര്യങ്ങളും ഇവർ ജനിച്ച വർഷം കാര്യങ്ങളും അങ്ങനെ എല്ലാം അവർ എഴുതിന്റെ ശേഷം ഇതിന് താഴെ ഒപ്പ് വെക്കും. എനിക്കിത് കണ്ടിട്ട് തോന്നുന്നു ഇതാണ് ഇവർ വിവാഹ സർട്ടിഫിക്കറ്റ് എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കല്യാണവും ബാക്കി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസും നമ്മൾ കല്യാണം കൂടാൻ പോണ കാര്യങ്ങളും അങ്ങനെ ബാക്കി രസകരമായിട്ടുള്ള ഫുൾ വീഡിയോസും നാളെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി കാര്യങ്ങളായി നാളെ കാണാം. ടാറ്റാ ബൈ.